ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയാണ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണം, ഒന്ന് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലെവലിൽ അങ്ങനെ കാര്യമായിട്ട് കുറവൊന്നുമില്ല, പക്ഷേ ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ എൻജിൻ ഓയിൽ നമുക്ക് കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ജർക്കിങ് സൗണ്ട്, ഇളകുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ, അതിൻ്റെ ഈ ലിങ്കിൻ്റെ ബുഷ്, ഈ കാണുന്ന ഫ്രണ്ട് ലിങ്കിൻ്റെ ബുഷൊക്കെ ഫുള്ള് പോയി കിടക്കുക. അതായത് നല്ല രീതിയിൽ ഇളക്കം കാണിക്കുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള അടി വരും. ഇതുണ്ടോ, ഇത്രയും പ്ലേയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ കുഷ്യൻ അസംബ്ലിയുടെ റബ്ബർ ബുഷ്, അതായത് ഇവിടെ വരുന്ന ഗ്രീൻ ബുഷും ഓവലായിട്ട് അതിനും ഒരു പ്ലേ കാണിക്കുന്നുണ്ട്. ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് കോൺസെപ്റ്റിനും ചെറിയൊരു അടിയുണ്ട്. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. ഈ രണ്ട് ബുഷുകൾ ചേഞ്ച് ചെയ്യണമായിരിക്കും നല്ലത്. എന്നാലാണ് നമുക്ക് ആ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു പരിധി വരെയുള്ള ഇളക്കമൊക്കെ മാറുള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ചെറിയൊരു വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ ബ്രേക്കിൻ്റെ ഇഴകളൊക്കെ കണ്ടാൽ പൊട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്നത്. അതാ ബ്രേക്ക് കേബിളും കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് പൊട്ടിയൊരു സിറ്റുവേഷനിലൊക്കെ വരും. ഇവിടെയൊക്കെ അങ്ങനെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ജർക്കിങ്, അത് നമുക്ക് ഒന്ന് കുറേ ബുഷിൻ്റെ ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ ബോഡി പാനൽ, ഫ്രണ്ടിലത്തെ സെൻറ്റർ കവറൊക്കെ ഇടുന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മിററിൻ്റെ യോക്ക്, ഇവിടെ തന്നെ ബ്രേക്ക് യോക്ക് ലൂസായിട്ട് അതും ചെറിയൊരു ഷേക്ക് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴാണ് ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു സൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ അത് അത്രയും ഭാഗം ചെയ്തുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ ഫ്രണ്ടിലത്തെ ഷോക്ക്, അതായത് കുഷ്യൻ അസംബ്ലി നോക്കുമ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത് ഡമ്മിയാണ്. കാരണം എന്ന് വെച്ചാൽ ഷോക്ക് ആണെങ്കിലും അതിനകത്ത് ശരിക്കും ഹൈഡ്രോളിക് ഓയിലൊന്നും ഇല്ല, ആ സ്പ്രിങ് ആക്ഷനിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോഴത്തെ സ്പ്രിങ്ങും ഹൈഡ്രോളിക് ഓയിലും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഷോക്ക് പഴക്കം വന്നിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഓയിൽ ലീക്കായിട്ട് വന്നേക്കണം ഈ കാണുന്നത് കേട്ടോ. എന്നാൽ 100% അത് ഫെയിൽഡ് ആയിട്ടുമില്ല. അതായത് ഇത് ഫെയിൽഡ് ആവാന്ന് പറഞ്ഞ് ഗട്ടറിലൊക്കെ ചാടുമ്പോഴത്തേക്കും ഫ്രണ്ട് തെറിപ്പടി കാര്യം വരും. ഇപ്പം നിലവിൽ ആ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും വലിയ താമസമില്ലാണ്ട് ആ പ്രോബ്ലം കാണിക്കും. അത് ഈ ഷോക്ക് കംപ്ലയിൻ്റ് അയക്കണേൻ്റെയാണ്. ഈ ഓയിൽ ഫുള്ള് പോയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് മൊത്തം സ്പ്രിങ്ങിൻ്റെ ലോഡിൽ ആ ടെൻഷനിലായിരിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയ ഗട്ടറിലേക്ക് ചാടിയാൽ പോലും വണ്ടി അപ്പം തന്നെ മുകളിലേക്ക് എടുത്തടിക്കുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കൈയോടെ മാറ്റി പോകണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയെന്ന് വെച്ചാലും ഈ ഷോക്ക് എപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നോ, നമ്മളിപ്പോൾ ഞാൻ ആ ഇടുന്ന ബുഷുകളുടെയൊക്കെ ലൈഫ് മാക്സിമം കിട്ടില്ല, നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. കംപ്ലയിൻറ്റ്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് പിച്ചള ബുഷൊക്കെയാണ്. ഏകദേശം നമുക്ക് അതിൻ്റെ കിറ്റ് ഹോണ്ടയുടെ കമ്പനി ഐറ്റം വരുമ്പോൾ 500 രൂപ 550 രൂപ അടുത്തതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈയോടെ മാറ്റി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫൊക്കെ നേരെ പകുതിയായിട്ട് കുറയും. കാരണം ചെയ്തു പോകണതാണ് നല്ലത്. 2 ഷോക്ക് അടക്കം വരുമ്പോൾ ഒരു ഷോക്കിന് എനിക്ക് തോന്നുന്നു 550 രൂപ അടുത്തങ്ങാണ്ട് റേറ്റ് വരുന്നുണ്ട്. കറക്റ്റ് വില നോക്കണം. ഒരെണ്ണം 500, പിന്നെ ഒരെണ്ണം 550. റൈറ്റും ലെഫ്റ്റും വിലയിൽ വ്യത്യാസമുണ്ട്. റൈറ്റും ലെഫ്റ്റും വ്യത്യസ്തമായിട്ടുള്ള വിലയിലാണ് തന്നെ. അപ്പോൾ അത് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ സ്ക്രൂ ലൂസുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇവിടുത്തെ ഈ വന്ന ക്ലാമ്പ്, ഇവിടെ തന്നെ ഈ ജോയിൻറ്റിൻ്റെ അവിടെ വന്നാണ് പ്രോബ്ലമാണ്. അത് വരുമ്പോൾ ഈ പ്ലേറ്റ് മുകളിലായിട്ടാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഒരു റാഡുണ്ട്, ഒരു പിന്ന് പോലെ. അതും പഴക്കത്തിൻ്റേതായിട്ടുള്ളൊരു തേമാനമുണ്ട്. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ആ സീറ്റിൻ്റെ പ്ലേറ്റുമ്പോൾ ഇമ്പിൾഡായിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ അത് നിലവിൽ പരമാവധി ഉപയോഗിക്കാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് പ്ലേറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം പ്ലേ ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയിടാം. പക്ഷേ വലിയ താമസമില്ലാണ്ട് ആ ഉള്ളിൽ വന്ന റാഡിന് ഇപ്പോൾ ഇത് വന്ന ആ സമയത്ത് അത് പോകും. അപ്പോൾ ഏതിലൊന്നും പഴയ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ച് കയറ്റിയിട്ടാലും മതി നമുക്ക്. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ഇപ്പോൾ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ബാക്ക് ബ്രേക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ബുഷ് സെറ്റ്, ഫ്രണ്ടിലത്തെ 2 ആ ഷോക്ക് അസംബ്ലി, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടണ സംഭവം കേട്ടോ. പിന്നെ ബെയറിങ്ങിനൊക്കെ ചെറിയ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്കത് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പരമാവധി ഓടിക്കാം, എന്നിട്ടൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടേക്കാം. വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടായിരുന്നു. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഇച്ചിരി ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ നാളെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വാട്സാപ്പിൽ നമ്മൾ റിപ്ലൈ ഇട്ടേക്കുകയാണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് അടുത്ത ദിവസം നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നാളെ നമുക്കത് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ടൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.